നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് അറസ്റ്റ് ചെയ്ത മീരയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. അയ്യോ, അത് നടക്കില്ലല്ലോ വക്കീലെ. ഒന്നാമത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്നൊരു കേസല്ലിത്. 10ഓളം ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസാ. രണ്ടാമത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് SP സാറാ. സാറാണെങ്കിൽ കേസും രജിസ്റ്റർ ചെയ്തു, FIR ഇട്ടു. നിങ്ങൾ എന്താണ് സാർ ഈ പറയുന്നത്? അജയൻ എന്ന ഒരാളെ ഫോൺ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് മീരയെ നിങ്ങൾ എങ്ങനെ കുറ്റക്കാരിയാക്കും? മാത്രമല്ല, അജയൻ എന്നയാൾ ഇപ്പോഴും ഒളിവിലാണ്. അയാളുടെ മൊഴിയില്ലാതെ മീരയാണിത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്ന് നിങ്ങളുടെ ഊഹം മാത്രമല്ലേ? ഈ പറയുന്ന അജയനും മീരയും ബന്ധുക്കളാണ്. അവര് തമ്മിൽ 1 മിനിറ്റ് ഫോണിൽ സംസാരിച്ചാണോ നിങ്ങൾ മീരയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ചിരിക്കുന്നത്? വക്കീലെ, ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല, SP സാറിനോടാ. നാളെ രാവിലെ അവരെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടുവാണെങ്കിൽ നാളെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. ശരി, നിങ്ങളങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ കോടതി ഒന്ന് ജാമ്യം എടുത്തോളാം. പിന്നെ ഇതങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. എല്ലാരെയും കോടതി കയറി നിർത്തും ഞാൻ. സാർ, ഞങ്ങൾക്ക് മീരമോളെ ഒന്ന് കാണണമായിരുന്നു. ഈ മോളെയെങ്കിലും അവരുടെ അമ്മയൊന്ന് കാണാൻ അനുവദിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, ആരെയും കാണിക്കരുതെന്നാ SP സാർ പറഞ്ഞിട്ട് പോയതാ. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് സാർ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളാണെന്ന് കരുതി ഇതിന് മുകളിലേക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ഈ കുഞ്ഞിന് അതിന്റെ അമ്മയെ കാണാനുള്ള നീതി നിഷേധിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇനി അത് നിയമത്തിലുള്ളതാണെങ്കിൽ തന്നെ മാനുഷിക പരിഗണന എന്നൊന്നില്ലേ? അവരൊന്ന് കണ്ടോട്ടെ. കണ്ടെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? അത് SP സാറ് ഞങ്ങളെ വഴക്ക് പറയും, അതാ. നിങ്ങൾ SP യെ വിളിച്ചിങ്ങ് തന്നെ, ഞാൻ സംസാരിക്കാം അദ്ദേഹത്തോട്. അമ്മേ, മോളെ, 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 അച്ഛനെവിടെ? പുറത്തുണ്ടമ്മേ. ഞങ്ങളെ രണ്ടുപേരെ മാത്രമേ കാണാൻ സമ്മതിച്ചുള്ളൂ. അമ്മ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? വരും മോളെ, ഉടനെ വരും. അമ്മ ഇവിടെ ഇങ്ങനെ കാണുമ്പോ മോക്ക് സങ്കടം വരും. അമ്മ പോലീസിനോട് പറ അമ്മേ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അമ്മ വരും മോളെ, അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ വേഗം വരും. മോളെ, മോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. മോളെ കണ്ട അമ്മ കൂടുതൽ കരയുന്നത്. മോള് ചെല്ല്. എടുത്തി, ഇന്നൊരു ദിവസം എടുത്തി എങ്ങനെയെങ്കിലും സഹിക്ക. സത്യായിട്ടും ഞാൻ അറിയാത്ത കാര്യത്തിനാ മോളെ. ഞാൻ അജയനെ വിളിച്ചിട്ടില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നാളെ എടുത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. ജാമ്യം കിട്ടാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിലും ജാമ്യത്തെക്കാളും എടുത്തി നിരപരാധിയാണെന്ന് തെളിയിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. ജാമ്യത്തിലിറങ്ങിയ എടുത്തി തെറ്റുകാരിയാണെന്ന് എല്ലാവരും കരുതും. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട്. സച്ചേട്ടനും
അനുപേട്ടനും എല്ലാവരും നമ്മളെ തകർക്കാൻ ആവന്തികയെടുത്ത് ഒപ്പിച്ചതാവും ഈ അറസ്റ്റ്. അതുകൊണ്ട് എടുത്ത് കരയരുത്. നാളെ ഈ സമയത്ത് എടുത്ത് വീട്ടിലുണ്ടാവും. ഇത് അർച്ചന തരുന്ന വാക്കാ. നീ പോലീസിന് പിടികൊടുക്ക്. എന്നിട്ട് എല്ലാ കുറ്റം സ്വയം ഏൽക്ക്. ആ എന്റെ കണ്ടീഷനൊക്കെ ചേച്ചി അംഗീകരിച്ചെങ്കിലും ജയിലിൽ കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ വേറൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? എൻ്റെ ഒരു കൂട്ടുകാരൻ മുംബൈയിലുണ്ട്. നേരെ അവൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് കുറച്ച് നാളെ ഞാൻ അവനോടൊപ്പം അവിടെ നിൽക്കാം. ഇപ്പോഴത്തെ ഈ പോലീസ് അന്വേഷണത്തിന്റെ ചൂടൊക്കെ അങ്ങ് മാറുമ്പോൾ മുൻകൂർ ജാമ്യം എടുത്ത് ഞാനിങ്ങോട്ട് തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ദേ, എന്തും സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നീ ഇവിടെ എത്തിയിട്ട് വിളിക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ചേച്ചി. അവിടെ പോകുന്നതിനും അവിടെ നിൽക്കുന്നതിനൊക്കെ ആയിട്ട് നല്ല പൈസ ചെലവ് വരും. അത് ചേച്ചി എനിക്ക് തരണം. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ട്രെയിൻ. ശരി, ഞാൻ ഒരു 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. 10,000 രൂപ? പിന്നെ ഈ സമയത്ത് ഒരു വിലപേശലൊന്നുമില്ല. ഞാൻ ഈ നാട് വിട്ട് പോകുന്നത് തന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു 10 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടണം. അതും ക്യാഷായിട്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? 10 ലക്ഷോ? അതെന്താ ചേച്ചിക്ക് 10 ലക്ഷം എന്ന് കേട്ടപ്പോ ഒരു അത്ഭുതം പോലെ? എന്താ ചേച്ചിയുടെ കയ്യിലില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതിങ്ങോട്ട് പറയണ്ട. ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. ചേച്ചി പൈസ തരുവോ ഇല്ലേ? നീ ഫോൺ വെക്ക, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ആലോചിച്ചോ. ചേച്ചി എന്തായാലും ആലോചിക്കുമല്ലേ. അതിന്റെ കൂടെ ഞാൻ പോലീസിൽ പിടികൊടുത്ത് ചേച്ചിയുടെ പേരും കൂടി പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.